തൃശൂർ നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാർ നീലകണ്ഠ ഭാരതികൾ സമാധിയായി. 90 വയസ്സായിരുന്നു. കേരളത്തിലെ ശ്രീശങ്കര പരമ്പരയിലെ ഏറ്റവും മുതിർന്ന സന്യാസി കൂടിയാണ് നീലകണ്ഠ ഭാരതികൾ. ഞായറാഴ്ച രാത്രി 9:15 സമാധിയായത്. തിരുനാവായ മറവഞ്ചേരി തെക്കേടത്ത് ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പുത്രനായി 1935 ജനനം. 2022 മേപ്പോയില്ലം അഷ്ടമൂർത്തി ഭാരതികളുടെ സമാധിയെ തുടർന്ന് നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാരായി അവരോധിക്കപ്പെടുകയായിരുന്നു. 2021 ജൂലൈ 25 വരെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ കൂടിയായിരുന്നു നീലകണ്ഠ ഭാരതികൾ. 2025 ജൂലൈ 7 മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിക്ക് പാർത്ഥസാരഥി ഭാരതികളെന്ന് ദീക്ഷാനാമം നൽകി സന്യാസം കൊടുത്ത് അദ്ദേഹത്തെ ഇളമുറ സ്വാമിയാരായി അവരോധിക്കുകയുമുണ്ടായി. തുടർന്നും ആധ്യാത്മിക സാധനയും വായനയുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് 10 ദിവസം മുൻപ് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും. തുടർന്ന് ഇന്നലെ രാത്രി സമാധിയാവുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുള്ള സന്യാസിമാരായിട്ടുള്ള ഉപാസകന്മാർ, അദ്ദേഹം ഇപ്പോൾ 90 വയസ്സായി. അദ്ദേഹം ആ ഉപാസന നമുക്കൊക്കെ വേണ്ടി സമർപ്പിച്ച് അദ്ദേഹം നമ്മളോട് വിട വാങ്ങി എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് അങ്ങനെ ആ ഒരു പരമമായ ജീവിതം സമർപ്പിച്ചു. ആ ഭൗതിക ശരീരം ഭൂമിദാനം ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ സമാധി ഇരുത്തുന്നു. ഇവിടുന്ന് എഴുന്നള്ളിച്ച് നഗരപ്രദക്ഷിണം ചെയ്ത് ഇപ്പോൾ വലിയ താമസമില്ലാണ്ട് ഒരു സ്വാമിയാർ, തെക്കേമഠത്തിലെ സ്വാമിയാർ കോട്ടയത്ത് നിന്ന് എത്താണ്ട് അദ്ദേഹം കൂടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് നാടിൽ നഗരപ്രദക്ഷിണമായിട്ട് അവർ നാട്ടുകാരെ മുഴുവൻ ആ ഭൗതിക ശരീരം കാണിച്ച് അവർക്കൊക്കെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് ആ ഭൗതിക ശരീരം നമ്മൾ ഭൂമിയിലേക്ക് ദാനം ചെയ്യുക. അതാണ് അതിന് സമാധി ഇരുത്തെന്നും പറയും. നഗരപ്രദക്ഷിണം നടത്തിയ ശേഷം ആചാരവിധിപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ മൂപ്പിൽ സ്വാമിയാർ നീലകണ്ഠ ഭാരതികളെ നടുവിൽ മഠത്തിൽ സമാധിയിരുത്തി. ജനം, തൃശൂർ.